സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോൾ. So we have finished with activation tree. How to draw an activation tree, how that is generated, what is meant by control stack, scope of a declaration. The declaration is a syntactic construct that associates information with a name. Declaration will be like this. Binding means each name is declared once in a program. The same name may denote different data objects in runtime. Adana data objects ennu paraya. The term environment refers to a function that map to the name to a storage location. Ipo ningal ഒരു array ആണ്, array variable a എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ a of 10, ഇതിന്റെ മീനിങ് എന്താ? int a of 10. That means it is an integer array with name a, size is 10. That will be allocated inside the memory location, right? ഇങ്ങനെയല്ലേ allocate ചെയ്യുക 1 to 10. So the term environment refers to the function that maps the name to a storage location, and state refers to the function that maps storage location to the value. State എന്ന് പറയുന്ന വാല്യൂ ആണ്, environment എന്ന് പറയുന്നത് name with that storage location. Okay. ഇതാണ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നെയിം എന്ന് സ്റ്റോറേജിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം, അതായത് എ എന്ന് പറയുന്ന പേര്, എ എന്ന് പറയുന്ന നെയിം ആണല്ലോ, ഒരു അറേന്റെ നെയിമാണ് എ. ആ എനെ കറസ്പോണ്ടിങ് എന്റെ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് ബൈൻഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് എൻവയോൺമെന്റ്. ഇനി ആ സ്റ്റോറേജ് സ്പേസിന് ഒരു വാല്യൂ, അതായത് എ ഓഫ് 1 എന്ന് പറയുന്നത് ഞാൻ 5 എന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ എം ഗിവിംഗ് the value for the 0th location that is equal to 5. That is known as state. Okay, so when an environment associate with the storage location s with the name x, we say that x bound to s. That means it's a value, then it is referred as binding. Okay, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സിംഗിൾ വേരിയബിൾ എടുത്തോ, ഫോർ എക്സാമ്പിൾ എ, നിങ്ങളൊരു ഇൻറ്റീജർ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു എന്ന് വെച്ചോ. ഇതിൽ ഇൻറ്റ് ടൈപ്പ് ആണ്, എ നെയിം ആണ്, 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ എന്താണ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഇൻറ്റ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് യുവർ മെമ്മറി യു വിൽ create a space for integer value, and for that I'll name its a value as a, and I'll store the value 2. This is actually binding the name with the storage location a. ഈ ലൊക്കേഷൻ എ എന്ന് പേര് കൊടുക്കുന്നതാണ് എൻവയോൺമെന്റ്. ഇനി അതിന് ആ സ്റ്റോറേജ് സ്പേസ്, ഇതെന്ന് എ എന്ന് പറയുന്ന സ്റ്റോറേജ് സ്പേസിന് ഐ എം ഗിവിംഗ് എ വാല്യൂ 2. ദാറ്റ് ഇസ് നോൺ ആസ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് വേരിയബിൾ. ഓക്കെ, പിന്നെയുള്ളത് പറയാനുള്ള സ്റ്റോറേജ് ഓർഗനൈസേഷൻ ആണ്. സ്റ്റോറേജ് ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക്, ഫ്രീ മെമ്മറി, ഹീപ്പ്. ദിസ് ഈസ് ആക്ച്വലി ലോ സെക്ഷൻ ഓഫ് കോഡ്. ദിസ് ഈസ് ലോവർ അഡ്രസ്, ദിസ് ഹയർ അഡ്രസ്, റൈറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ സ്റ്റാക്ക് ബിലോ ഹീപ്പ് എബോ ആയിരുന്നു, റൈറ്റ്? അങ്ങനെയല്ലേ വരുന്നത്. സാധാരണ ലോവർ അഡ്രസ് എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ടു ഹീപ്പിലേക്കാണ് പോവുക. ഓക്കെ, അല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സാമ്പിളിൽ കോഡ്, സ്റ്റാറ്റിക്, ഹീപ്പ്, സ്റ്റാക്ക്. സ്റ്റാക്ക് ഓൾവേസ് ഗ്രോസ് ടു ലോവർ അഡ്രസ്. ഇവിടെ ഇതായിരുന്നു, മേലെ ടോപ്പാണ് ലോവർ അഡ്രസ്, താഴെയാണ് ഹയർ അഡ്രസ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ഡയഗ്രാം വരച്ചെന്നേ ഉള്ളൂ, രണ്ടും സിമിലർ തന്നെയാണ്. ഓക്കെ, ദെൻ ആക്ടിവേഷൻ റെക്കോർഡ് എന്താന്ന് പറഞ്ഞു. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ we are creating an activation record for each of the instantiated procedure, and for that activation record we have a general structure. This is a general structure. Then 3 storage allocation mechanisms: static allocation, stack allocation, heap allocation. That also we have discussed. Next is in stack allocation. ഇനി പറയാനുള്ളത് സ്റ്റാക്ക് അലോക്കേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാക്ക് അലോക്കേഷൻ ഇസ് യൂസ്ഡ് ഫോർ ഫംഗ്ഷൻ എന്തായിരുന്നു? ഓക്കെ, ടു സ്റ്റോർ ദ ആക്ടിവേഷൻ റെക്കോർഡ്. സ്റ്റാക്ക് അലോക്കേഷൻ ഇസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് എക്സ്ട്രാ പോയിന്റ് ആണ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ all compilers for languages that use procedures, functions or method or as a unit of user function define actions, manage at least part of their runtime memory as a stack, runtime stack.
അത് നമ്മളിപ്പോൾ ഇവിടെ പ്രൊസീജിയർ ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ എന്താ ക്രിയേറ്റ് ചെയ്യാം? ഇറ്റ് വിൽ ക്രിയേറ്റ് എ it will create what? An activation record will be created, right? And that will be maintained by using a runtime stack. And each time the procedure is called, the space for its local variable is pushed onto the stack. When procedure terminates, space popped off from the stack. Create ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലൈസ് ചെയ്യും, അതിൻ്റെ ലൈഫ് ടൈം തീരുന്ന സമയത്ത് ടെർമിനേറ്റ് ചെയ്യും, റൈറ്റ്? അപ്പോൾ അതിൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കോളറും കോളിയും ഉണ്ട്, റൈറ്റ്? റൈറ്റ്, കോളറും കോളിയും ഇല്ലേ? എന്താ ഈ കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ അജ്മലെ കോളർ എന്ന് വെച്ചാൽ ആരാ? വിളിക്കുന്ന ആള്. ആ, ഓക്കെ. നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എഴുതിയിട്ട്, ഞാനിപ്പോ ഒരു പ്രോഗ്രാം എഴുതുവാണ്, എ, so that I am calling P, and here I am calling the function definition. Okay, the main, the function call, function definition. Okay, എങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ A is the caller and P is the callee, right? So procedure call is implemented in what is called a calling sequence, which consists of a code that allocates the activation record on the stack and enters information into the field. ഞാനിപ്പം ഇതിന്റെ കേസിൽ എങ്ങനെയാ വരിക നോക്കിയാൽ നിങ്ങൾ സ്റ്റാക്കിൽ എങ്ങനെയാ ജനറേറ്റ് ചെയ്യുക? ഫസ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ മെയിൻ വിൽ ബി ക്രിയേറ്റഡ്. വൺസ് ഇറ്റ് ഇസ് കോളിംഗ് ദ പ്രൊസീജിയർ എ, the activation record for A is created whenever it is calling P, right? ഇനി P-ന്റെ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ P ടെർമിനേറ്റ് ആവുന്നതിന് മുമ്പ് P-ന്റെ ഫംഗ്ഷൻ ഇതും ജനറേറ്റ് ആവും, ആക്ടിവേഷൻ റെക്കോർഡും. സോ റിട്ടേൺ സീക്വൻസ് is similar to the code to restore the state of a machine so that calling procedure can continue its execution after the call. ഇനി P കഴിഞ്ഞ് കഴിഞ്ഞാൽ P ടെർമിനേറ്റ് ആവും, അടുത്തത് എയിലേക്ക് തിരിച്ചു വന്നു, എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ടെർമിനേറ്റ് ആവും, പിന്നെ മെയിൻ മാത്രമേ ഉള്ളൂ. അതായത് മെയിനിൽ ഞാൻ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് റെസ്യൂം ചെയ്ത് തുടങ്ങാം. സോ റിട്ടേൺ സീക്വൻസ് സിമിലർ ടു ദ കോഡ് ടു റീസ്റ്റോർ ദ സ്റ്റേറ്റ് ഓഫ് എ മെഷീൻ സോ ദ കോളിംഗ് പ്രൊസീജിയർ ക്യാൻ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിക്യൂഷൻ ആഫ്റ്റർ ദ കോൾ. Okay, so the code of the calling sequence is often divided into calling procedure caller and callee. നമ്മളിപ്പോൾ കോളിംഗ് സീക്വൻസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ കോളിംഗ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോളിംഗ് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. കോളിംഗ് സീക്വൻസിന് രണ്ട് പോർഷൻ, ആദ്യത്തെ കോളറിന്റെ പോർഷൻ, പിന്നെ കോളീന്റെ പോർഷൻ, റൈറ്റ്? Okay, when designing calling sequence and the layout of activation record, the following principles are helpful for us to design it. See this? The value communicated between caller and callee generally placed at the caller beginning of the callee's activation record. എന്താണെന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഇതിലേക്ക് പോവാം. കോളിംഗ് സീക്വൻസ് അപ്പോൾ നോക്കിയാൽ അപ്പം നമുക്ക് കോളറും കോളിയും ഉണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഇൻഫർമേഷൻസ് ആക്ടിവേഷൻ റെക്കോർഡിൽ സ്റ്റോർ ചെയ്യണ്ടേ? അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരുക? നമുക്ക് ഓൾറെഡി നമ്മൾ പറയുന്ന അതേ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യണം, പക്ഷെ അത് രണ്ടുപേരുടെയും സ്റ്റോർ ചെയ്യണം, കോളറുടെയും സ്റ്റോർ ചെയ്യണം, കോളിന്റെയും സ്റ്റോർ ചെയ്യണം. സോ ദ വാല്യൂ കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ കോളർ ആൻഡ് കോളി generally placed at the caller beginning of the callee's activation record. So they as close as possible to the caller's activation record. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് വരാം. നിങ്ങൾ ഇതിന്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കി കാണുന്നുണ്ടോ? എങ്ങനെയാ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ ആക്ടിവേഷൻ പാരാമീറ്റർ and return value, control link, temporaries and local data കണ്ടല്ലേ? എന്തൊക്കെയാണ് അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ. എന്താ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നത്?
അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യവും ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, കൺട്രോൾ ലിങ്ക്, ടെമ്പറേച്ചർ ആൻഡ് ലോക്കൽ ഡാറ്റ, പാരാമീറ്റർ ആൻഡ് റിട്ടേൺ parameter and return value, പിന്നെയുള്ളത് എന്താ, കൺട്രോൾ ലിങ്ക് ഉണ്ട്, ടെമ്പറേച്ചർ ലോക്കൽ ഡാറ്റ. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ശരിക്കും അവിടെ പാസ് ചെയ്തിട്ട് വരുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ ഓരോന്നിനും നമുക്കിപ്പോൾ കോളർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രൊസീജിയർ, ഫോർ എക്സാമ്പിൾ എ ഈസ് എ കോളർ ആൻഡ് എ ഈസ് മെയിൻറ്റെയിനിങ് എവറിത്തിങ് റിഗാർഡിങ് ദിസ്. സെയിം വേ അത് കോൾ ചെയ്യുന്ന പ്രൊസീജിയർ ബി ആണെന്ന് വിചാരിച്ചു. ബി ഓൾസോ മെയിൻറ്റെയിനിങ് ദ സെയിം തിങ്, റൈറ്റ്? ക്ലിയർ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് ഓർ നോ? സിനാൻ, ഇജാസ്? ഇല്ല? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇപ്പം ഞാൻ റെസ്യൂം ചെയ്യാവേ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ആഡിങ് 2 വാല്യൂസ് ആണെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ക്വിക്ക് സോർട്ടിന് എക്സാമ്പിൾ എടുത്തിട്ടില്ലേ? ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്ന എക്സാമ്പിൾ എടുത്തിട്ടില്ലേ? എങ്ങനെയാണ് ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്നത്? ഇവിടെ എങ്ങനെയാ പ്രൊസീജിയർ കോൾ വരുന്നത് നോക്കി നിങ്ങൾ. മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, മെയിനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, റീഡ് അറേ കോൾ ചെയ്യുന്നു, അതുപോലെ ക്വിക്ക് സോർട്ട് ഓഫ് വൺ പെർട്ടിക്കുലർ വാല്യൂ. അതിനുശേഷം ഐ എം കോളിംഗ് പാർട്ടീഷനിങ് ക്വിക്ക് സോർട്ട് ഓഫ് some particular value, then quicksort of another set. So this is the way I am calling, right? അപ്പോൾ ഇവിടെ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, റൺ ടൈം സ്റ്റാക്ക്. ഓക്കെ, ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം പ്രകാരം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Quicksort of മെയിൻ റീഡ് അറേ quicksort of 1 to 10 ഇതല്ലേ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിംഗ്ലി മെയിൻ മെമ്മറിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം? ഇവിടെ തന്നെ നടക്കാം. ഒരു മെയിൻ മെമ്മറി ഉണ്ടാവും. മെയിനിൽ ഇതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിൽ എന്താ ഉണ്ടാവുക? ഏതാണോ ഇൻറ്റീജർ വാല്യൂ, ഇപ്പം ഞാനൊരു ഇൻറ്റീജർ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, a of 11 അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ. പിന്നെ മെയിനിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡാണ് സ്റ്റാക്കിൽ ഉണ്ടാവുക, റൈറ്റ്? അതായത് മെയിൻ ഈസ് കോളിംഗ്, ഇൻ ട്രീ എങ്ങനെ വരും? മെയിൻ ഈസ് കോളിംഗ് ആർ. ഇത് ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് ദ ഫ്രെയിം ഫോർ മെയിൻ. ഹിയർ ആർ ഈസ് ആക്ടിവേറ്റഡ്, റൈറ്റ്? ഇനി ആർ ആക്ടിവേറ്റ് ചെയ്തിട്ടാകുമ്പോൾ കൺട്രോൾ സ്റ്റാക്ക് എങ്ങനെ ഉണ്ടാവും നോക്കിയേ. എങ്ങനെ അത് ചേഞ്ച് ആവും? ആദ്യത്തെ ഇൻറ്റീജർ വാല്യൂ ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തൊരു ഇൻറ്റീജർ വാല്യൂ എ ഒരു വാല്യൂ ഉണ്ട്. ദെൻ മെയിനിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ്, ദെൻ ആർ ഉണ്ടാവും, റൈറ്റ്? ഇനി ആറിന് എന്തെങ്കിലും ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ട് അതും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും.
ഇങ്ങനെയല്ലേ ഉണ്ടാവുക. നെക്സ്റ്റ് ഇനി റീഡ് അറേ കഴിഞ്ഞു, ആക്ടിവിറ്റി ചെയ്തു. അടുത്ത ഞാൻ കോൾ ചെയ്യുന്നത് ഏതാ? ക്വിക്ക് സോർട്ട് ഓഫ് 1 to 10. അപ്പോൾ ടോപ്പിൽ ഏതാ വരിക? ക്വിക്ക് സോർട്ട് ഓഫ് 1 to 10 ആണ് അടുത്ത പ്രൊസീജിയർ കോളിൽ വരിക. അപ്പോൾ ഇതിന്റെ കൺട്രോൾ സ്റ്റാക്ക് എങ്ങനെ ഉണ്ടാവും നോക്കി നിങ്ങൾ. ഇന്റീജർ എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ, മെയിൻ, ദെൻ ആർ. ഇവിടെ ആറ് എന്ന് പറയുന്ന റീഡ് അറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഡീആക്ടിവേറ്റ് ആവില്ലേ? റീഡ് അറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഡ് അറേ എൻഡ് ചെയ്യുന്നുണ്ടല്ലേ? ക്വിക്ക് സോർട്ട് കോൾ ചെയ്യുന്നതിന് മുമ്പ് റീഡ് അറേ എൻഡ് ആവുന്നുണ്ടല്ലേ? ഇതിനെ ഞാൻ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. Am I right? എങ്ങനെയായിരുന്നു നമ്മൾ ട്രീ വരയ്ക്കുക? മെയിൻ വിൽ ബി there, then two children, that is two procedures that we are calling, and which procedure is ending first, that will be the left child, and those who are ending last, that will be as the right child. So read array is pushed, read array is end ആയി റീഡ് അറേന്റെ പ്രൊസീജിയർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആറിനെ പോപ്പ് ഔട്ട് ചെയ്യണം. അപ്പൊ ആറ് ഉണ്ടാവില്ല ഇവിടെ, അതിന് പകരം എന്ത് വരും? ഐ വിൽ യൂസ് ക്യൂ ഓഫ്, ഇപ്പൊ 1 to 4 അല്ലേ, 1 to 10 ഞാൻ പോയത്. 1 to 10 will be there, and whichever value is integer value, that will be added here. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞത് വരെ ക്ലിയർ ആയോ? ഈ പറഞ്ഞത് വരെ ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കേസിൽ ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ വരികയാണെന്ന് വിചാരിച്ചോ. അതായത് എൻ്റെ ട്രീ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. മെയിൻ റീഡ് അറേ കഴിഞ്ഞു. ഓക്കെ, റീഡ് അറേ കഴിഞ്ഞിട്ടതിന് ശേഷം അടുത്തതിൽ മെയിൻ ആർ, റീഡ് അറേനെ പോപ്പ് ചെയ്തതിന് ശേഷമാണല്ലോ അടുത്തത് വരിക. അപ്പോൾ ഞാൻ ഇതിനെ ഡോട്ടഡ് ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. അടുത്ത് ഞാൻ കോൾ ചെയ്യാൻ പോകുന്നത് ക്യൂ ഓഫ് 1,9 എന്നുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, അതിനുശേഷം 1,9 ഞാൻ അഗെയിൻ ക്വിക്ക് സോർട്ട് പ്രൊസീജിയർ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ആവുന്നു എന്ന് വിചാരിച്ചു. ക്യൂ ഓഫ് 1,9 I am calling partition of 1,9, then queue of 1,3. ഈ queue of 1,3 again I am applying partition of 1,3, then queue of 1,10 അല്ല 1,0. പാർട്ടീഷൻ ചെയ്ത് 2 ആണ് പിവറ്റ് വാല്യൂ. 1 to 3 വരെ പാർട്ടീഷൻ ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. 1 to 0 ക്വിക്ക് സോർട്ട് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് കൺട്രോൾ റിട്ടേൺസ് ടു ക്യൂ ഓഫ് 1 to 3. ഇതാണ് ലാസ്റ്റ് ചൈൽഡ് അല്ലേ? അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് എങ്ങനെ ഉണ്ടാവും നോക്കിയാൽ നിങ്ങൾ. ആദ്യം ഇത് ഒരു ഇൻറ്റീജർ വാല്യൂ എക്ക് വേണ്ടി മെയിന് വേണ്ടി സ്റ്റോർ ചെയ്ത ഒരു ഇൻറ്റീജർ വാല്യൂ എ എന്ന് ഞാൻ എഴുതുന്നു. മെയിനിന്റെ ആക്ടിവേഷൻ റെക്കോർഡ്. നെക്സ്റ്റ് ദ ഇൻറ്റീജർ വാല്യൂ ഓഫ് m, n. അതായത് ക്വിക്ക് സോർട്ടിന് ഇൻറ്റീജർ ഐ m, n അല്ലേ പാസ് ചെയ്ത്, ആ ഇൻറ്റീജർ വാല്യൂ m ഉം n ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കോളിംഗ് ക്യൂ ഓഫ് 1,9. ഈ പ്രൊസീജിയർ ഉണ്ടായില്ല അല്ലേ? ഈ പ്രൊസീജിയർ ഉണ്ടാവുന്നതിന് പകരം ഓരോരോ പ്രൊസീജിയർ ഉണ്ടാവുന്നേ ഉള്ളൂ. ക്യൂ ഓഫ് 1,3, റൈറ്റ്? ഇതായിരിക്കുമല്ലോ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. Once if I am finishing this will be popped out. Next, what is the root of this 1,3 into Q of 1,0 കൂടി ഉണ്ട്. ഇതിൽ നിന്ന് റിസൾട്ട് റിട്ടേൺ ചെയ്ത് പോപ്പ് ഔട്ട് ചെയ്യും. അടുത്ത ഇതിന്റെ പാരന്റിലേക്ക് പോകും Q of 1,3. ഇത് പോപ്പ് ഔട്ട് ചെയ്യും. അടുത്ത ഇതിന്റെ പാരന്റിലേക്ക് പോകും Q of 1,9. റൈറ്റ്? അപ്പൊ ഇവിടെ ഇതെല്ലാം സിംഗിൾ നെസ്റ്റഡ് കോൾ മാത്രമാണ് ഇവിടെ വരുന്നത്. റൈറ്റ്? Am I right? ഇതൊരു സിംഗിൾ നെസ്റ്റഡ് കോൾ പോലെയല്ലേ വരുന്നത്? റിക്കേഴ്സീവ് കോൾ അല്ലേ ഇവിടെ? മെയിനിന്റെ അകത്ത് റീഡ് അറേയും ക്വിക്ക് സോർട്ടും. ഈ ക്വിക്ക് സോർട്ടിൽ 1 to 10 ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. സോ ഓരോ തവണയും ഇത് ചെയ്യുന്ന സമയത്ത് ക്വിക്ക് സോർട്ട് ഓഫ് ദിസ് സെറ്റ് again passing. So this is happening a recursive procedure call. This is how it will maintain it. Clear ആയോ ഈ പറഞ്ഞത്? ഇതുവരെ ക്ലിയർ ആയോ? അജ്മൽ, അഖിൽ, നിതിൻ, കീർത്തന, പ്രണവ്, റൈസ, സംഗീത്? ഈ പറഞ്ഞത് വരെ ഓക്കെ ആണോ? യെസ്. ഓക്കെ.
ശരി. ഇതിനടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ രണ്ടെണ്ണം വരുവാണ്. അതായത് എന്താ കോളറും കോളിയും കൂടെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പം രണ്ട് എ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. എനകത്ത് ഞാൻ പി എന്ന് പറയുന്നൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നു, എൻ്റെ ചെയ്യുന്നു. പിന്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ രണ്ടെണ്ണം മെയിൻറ്റെയിൻ ചെയ്യണം. കോളറും ഉണ്ടാവും കോളിയും ഉണ്ടാവും അറിയാലോ, റൈറ്റ്? അതാർക്കും ഡൗട്ട് ഇല്ലല്ലോ, കോളറും കോളിയും ഉണ്ടാവും എന്നുള്ള കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കേസിൽ എല്ലാ സമയത്തും ഒരു പ്രൊസീജിയർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ യു ഹാവ് ടു മെയിൻറ്റെയിൻ എ കോളർ ആൻഡ് എ കോളി, റൈറ്റ്? ഇവിടെ നോക്കിയാൽ നിങ്ങൾ പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. അപ്പോൾ ഈ സംഭവങ്ങൾ അത് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിൽ സാധാരണയായിട്ട് സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, കൺട്രോളിംഗ് ടെമ്പറേച്ചർ ആൻഡ് ലോക്കൽ ഡാറ്റ. സെയിം തിങ്, പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, കൺട്രോളിംഗ് ടെമ്പറേച്ചർ ആൻഡ് ലോക്കൽ ഡാറ്റ. അപ്പോൾ ഇത് രണ്ട് സെറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? അതായത് വെൻ എവർ ഐ എം കോളിംഗ് എ പ്രൊസീജിയർ, എ ഇസ് എ കോളർ ആൻഡ് ബി ഇസ് എ കോളി, റൈറ്റ്? അപ്പോൾ ഈ രണ്ട് കേസിലും first I have to maintain the activation record for A and I have to maintain the activation record for B. അപ്പോൾ ബിനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ ആക്ടിവേഷൻ റെക്കോർഡ് ഞാൻ ഓൾറെഡി സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ബി ആണ് ഇപ്പൊ ആക്റ്റീവ് എങ്കിൽ ബിന്റെ ആക്ടിവേഷൻ റെക്കോർഡും സ്റ്റാക്കിൽ ഉണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് ദ കോളർ റെസ്പോൺസിബിലിറ്റി. അതായത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ ലിങ്ക്, കൺട്രോളിംഗ് ടെമ്പറേച്ചർ ആൻഡ് ലോക്കൽ ഡാറ്റ ഓഫ് ദ കോളർ we should maintain, that will be done by the caller. So this is the maintaining these all things are responsibilities of caller's responsibility, and these three are known as caller's activation record. ഇനി ബാക്കിയുള്ള മൂന്ന് സാധനങ്ങളോ പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, കൺട്രോളിംഗ് ആൻഡ് ടെമ്പറേച്ചർ. So these all comprises the caller's activation record and it is the responsibility of callee to maintain it. And here which is the active? ഇവിടെ ആക്റ്റീവ് ഏതാ? ബി ആണ് ആക്റ്റീവ്. എന്തുകൊണ്ടാ? ബി ആണ് കോളിംഗ്. എ എന്ന് പറയുന്ന പ്രൊസീജിയർ ബിനെ കോൾ ചെയ്തിട്ട് ഇപ്പൊ ബി ആണ് ആക്റ്റീവ്, അതായത് കോളി ആണ് ഇപ്പൊ ആക്റ്റീവ്. നോക്കി നിങ്ങൾ, ടോപ്പ് ഓഫ് എസ് പി, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ is pointing to കോളി. Is that okay? Is this okay? Okay. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. That means whenever we are creating, whenever two procedures are called, a caller and callee will be there, and caller's activation record contain parameter, return value, controlling temperature and local data. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ഉണ്ടാവും. Then it is the responsibility of the caller to maintain it. Similarly for callee also, callee is currently active and it is the responsibility of the callee to maintain its activation record. Okay, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. The value communicated between caller and callee generally placed in the caller beginning of the callie's activation record. So they as close as possible to the caller's activation record. അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് വാല്യൂ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. എന്റെ അകത്ത് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് 2,3, റൈറ്റ്?
ഇതെനിക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. ബി ആണ് സമ്മ് കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ. ബിയിലേക്ക് 2,3 x,y എന്ന് ഞാൻ പാസ് ചെയ്യുന്ന ഈ 2 and 3 അല്ലേ പാസ് ചെയ്യുക? Isn't it? Yes or no? പറയൂ. അല്ലേ ജസ്ന, സിനാൻ, അജ്മൽ, അദ്വൈത്? ഞാനിപ്പോൾ 2 വാല്യൂ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വാല്യൂ ആണ് അടുത്ത ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ parameter values സ്റ്റോർ ചെയ്യും. So value communicated between caller and callee generally placed in the caller beginning of the callie's activation record. അപ്പോൾ കോളീന്റെ ആക്ടിവേഷൻ റെക്കോർഡ് ഏതാ നോക്കിയാൽ നിങ്ങൾ നോക്ക്. കോളീൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് എവിടെ വരുന്നത്? ഈ പോർഷനിൽ. ഇപ്പോൾ റെഡിൽ കാണിക്കുന്ന പോർഷനാണ്. ഇവിടെയാണ് കോളീൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബിഗിനിങ്ങിലാണ് ഈ വാല്യൂസ് പാസ്ഡ് ബൈ caller and callee, അല്ലെങ്കിൽ വാല്യൂ കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ caller and callee will be placed at the beginning of the callee's activation record. അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? caller can also easily access it. So value communicated between caller and callee generally placed at the caller beginning of the callee's activation record. So they are as close as possible to the caller's activation record. ഈ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ എസ് എന്നടിച്ചേ. ഫസ്റ്റിലത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇല്ല? ഒന്നുകൂടെ പറയണോ? കീർത്തന, റിസ്വിൻ, അദ്വൈത്, നേഹ? ഒന്നുകൂടെ പറയണോ? അഞ്ജലി, ശ്രീഷ്മ? മനസ്സിലായെങ്കിൽ എസ് എന്ന് പറയൂ, ഇല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയൂ. ഓക്കെ ആണ്, ശരി. നെക്സ്റ്റ് എന്താ? ഫിക്സ്ഡ് ലെങ്ത് ഐറ്റം ജനറലി പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ. Such item typically include control link, access link and machine status. All this will be normally placed at the middle. And the item whose size may not be known early enough placed at the end of the activation record. അതായത് ഹീപ്പ് ഏരിയ ഒക്കെ സാധാരണ ഏറ്റവും ലാസ്റ്റ് ആണ് വരിക. ടെമ്പറീസ് ആൻഡ് ലോക്കൽ ഡാറ്റ കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഓൾറെഡി അറിയാത്ത കാര്യങ്ങളൊക്കെ എൻഡ് ഓഫ് ദ റെക്കോർഡിന്റെ താഴെ വരും. ആൻഡ് വി മസ്റ്റ് ലൊക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ stack pointer judicially. A common approach is to have to point to the end of the fixed length field in the activation record. നമ്മളിപ്പോ ഇവിടെ end of the stack pointer എവിടെ പോയിന്റ് ചെയ്യുന്നത് നോക്കി നിങ്ങൾ. കോളീന്റെ ടോപ്പിലല്ലേ? അതുപോലെ. ശരി, അപ്പോൾ ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? കോളറിന്റെയും കോളീന്റെയും ആക്ടിവേഷൻ റെക്കോർഡ്, what we have to maintain, what is the importance. Now calling sequence and its division between caller and callee are as follows. എങ്ങനെയാണ് നമ്മൾ കോളറിന്റെ ആക്ടിവേഷൻ റെക്കോർഡ്, കോളീന്റെ ആക്ടിവേഷൻ റെക്കോർഡ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ the caller evaluates actual parameter, the caller stores the return address and the old value of the top of the stack pointer into the callee's activation record. The caller then increment the top of stack pointer to the respective position. പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നറിയാം, എന്നാൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് കോളർ എപ്പോഴും ആക്ച്വൽ പാരാമീറ്റർ ആണല്ലോ പാസ് ചെയ്യുക, അല്ലേ? നമ്മൾ ഫോർമൽ പാരാമീറ്റർ പാസ് ചെയ്യും, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തിട്ട് എപ്പോഴും കോളർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ, ഹൂ ഈസ് കോളർ ആൻഡ് ഹൂ ഈസ് കോളീന്ന് ഈ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ കോളർ സ്റ്റോർസ് ദ റിട്ടേൺ അഡ്രസ് ആൻഡ് ദ ഓൾഡ് വാല്യൂ ഓഫ് ദി സ്റ്റാക്ക് പോയിന്റർ ഇൻ ടു കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. ഇപ്പൊ കോളർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളാണ് ഇപ്പൊ കോളർ. നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ബ്രദറിനെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ട്, നിങ്ങളുടെ ബ്രദറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ് ഉണ്ട്. ഇനി
ഈ ആരാണോ വിളിക്കുന്നത് കോളർ, ഇതിന്റെ റിട്ടേൺ അഡ്രസ് തിരിച്ചു വരാനുള്ള അഡ്രസ്സും അതുപോലെ ഇതിന്റെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പോയിന്റർ, ഈ സ്റ്റാക്ക് പോയിന്ററിന്റെ ടോപ്പും ഞാൻ ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ ആയോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? Always the calling sequence and its division is as follows. Caller evaluates the actual parameter and caller stores the return address in the old value of the top of the stack pointer into the callie's activation record. And callie saves the register values and other status information. And callie initializes its local data and begin the execution. After finishing its execution, അതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇല്ലേ, അത് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ സീക്വൻസ് എങ്ങനെ വരിക? കോളി പ്ലേസസ് ദ റിട്ടേൺ വാല്യൂ നെക്സ്റ്റ് ടു ദ പാരാമീറ്റർ. യൂസിംഗ് ദിസ് ഇൻഫർമേഷൻ ഇൻ ദ മെഷീൻ ഫീൽഡ് സ്റ്റാറ്റസ്, കോളി റീസ്റ്റോർ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ, ദെൻ അതർ രജിസ്റ്റർ, ആൻഡ് ദെൻ ബ്രാഞ്ചസ് ടു ദ റിട്ടേൺ അഡ്രസ്. അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിള്ളേരെ. A ഇത് 1 2 3 4th ലൈനിൽ ഞാൻ P എന്ന് പറയുന്നതിനെ കോൾ ചെയ്തു. ഓക്കെ, എ ആണ് കോളർ. അപ്പൊ സ്റ്റാക്കിൽ എന്തുണ്ടാവും? മെയിൻ ഉണ്ടാവും, എ ഉണ്ടാവും. എ സ്റ്റോപ്പ് ചെയ്തത് ഏത് പോയിന്റിനാ? 3 എന്ന് പറയുന്ന പോയിന്റിലാണ് എ സ്റ്റോപ്പ് ചെയ്തത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് പാസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 3 എന്ന് പാസ് ചെയ്യും. എന്നിട്ട് ഇത് ഞാൻ എൻ്റെ കോളിന്റെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടാകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ കോളി എന്ത് പാസ് ചെയ്യുന്ന വെച്ചാൽ 3 എന്നുള്ള ലൈൻ നമ്പർ പാസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് അഡ്രസ് ആണ് ശരിക്കും വരിക. ഞാനിപ്പോൾ ഇതിന്റെ അഡ്രസ് 3 എന്ന് എടുക്കുകയാണ്. 3 വിൽ ബി പാസ്ഡ് ടു ദ കോളേഴ്സ് റിട്ടേൺ അഡ്രസ്. അപ്പം കോളർ എന്ത് മനസ്സിലാവും? നേരത്തെ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് 3 എന്ന് പറയുന്ന പൊസിഷനിലാണ്, ഇനി എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ തൊട്ടിട്ടാണ് റെസ്യൂം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട്. അതാണ് പറയുന്നത് യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്, കോളി റീസ്റ്റോർ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ ആൻഡ് അതർ രജിസ്റ്റേഴ്സ് ആൻഡ് ദെൻ ബ്രാഞ്ചസ് ടു ദ റിട്ടേൺ അഡ്രസ് ദാറ്റ് ദ കോളർ പ്ലേസ്ഡ് ഇൻ ദ സ്റ്റാറ്റസ് ഫീൽഡ്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയോ മക്കളെ? ക്ലിയർ ആയോ അതോ കൺഫ്യൂഷൻ ആയോ? ഒന്നെങ്കിൽ റിപ്ലൈ ചെയ്യടാ. എനിവേ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായോ എന്ന് പറ. ഇതുവരെ ക്ലിയർ ആണോ? ആരും ഇല്ലേ ക്ലാസ്സിൽ? ഹലോ, ഓക്കെ ശരി.